നേപ്പാൾ പ്രളയ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേപ്പാളിനെ ദുരിതത്തിലാഴ്ത്തിയ പ്രളയ ദുരന്തത്തെക്കുറിച്ചാണ്. ഒരു പ്രകൃതി ദുരന്തം എന്നതിനപ്പുറം ഇത്തരം സംഭവങ്ങൾ നമ്മോട് ചില വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രകൃതിയുടെ മുന്നറിയിപ്പുകൾ നമ്മൾ വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറാണോ? നേപ്പാളിലെ പ്രളയവും അതിനെ തുടർന്നുണ്ടാകുന്ന ദുരന്ത സാഹചര്യങ്ങളും വീണ്ടും വ്യക്തമാക്കുന്നത് പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യന്റെ നിയന്ത്രണങ്ങൾ എത്ര പരിമിതമാണെന്നാണ്. അപ്രതീക്ഷിതമായ അതിശക്തമായ മഴ, നദികളിലെ ജലനിരപ്പ് ഉയരുന്നത്, മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും ഇവയെല്ലാം ചേർന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രദേശത്തിന്റെ സാധാരണ ജീവിതം തന്നെ തകിടം മറിക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദുരന്തം സംഭവിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതല്ല, ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എത്രത്തോളം തയ്യാറാണ് എന്നതാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി ജനങ്ങളിൽ എത്തണം. അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ നേരത്തെ തിരിച്ചറിയണം. ആവശ്യമായ സാഹചര്യങ്ങളിൽ ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തമാകണം. രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾക്കും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ആവശ്യമായ പരിശീലനവും ഉപകരണങ്ങളും ലഭ്യമാകണം. കാരണം ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറുകൾ പലപ്പോഴും നിർണായകമാണ്. ഇവിടെ നേപ്പാളിന്റെ ദുരന്തം കേരളത്തിനും ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. മഴയും മലനിരകളും നദികളും നിറഞ്ഞ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. മലയോര മേഖലകളിലെ അനിയന്ത്രിതമായ നിർമ്മാണങ്ങൾ, നദികളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണം, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ താമസം, പ്രകൃതിദത്ത ജലപാതകളുടെ സംരക്ഷണം ഇവയെല്ലാം കൂടുതൽ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. വികസനം ആവശ്യമില്ല എന്നല്ല, പക്ഷേ പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള വികസനം ഒടുവിൽ മനുഷ്യന് തന്നെ തിരിച്ചടിയാകാം. ഒരു റോഡ് തകർന്നാൽ വീണ്ടും പണിയാം, ഒരു വീട് നഷ്ടപ്പെട്ടാൽ വീണ്ടും നിർമ്മിക്കാം, സാമ്പത്തിക നഷ്ടങ്ങൾ ഒരു പരിധിവരെ നികത്താനും കഴിയും. പക്ഷേ നഷ്ടപ്പെട്ട ഒരു മനുഷ്യജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിന്റെ കേന്ദ്രത്തിൽ മനുഷ്യജീവനും പരിസ്ഥിതി സംരക്ഷണവുമായിരിക്കണം. നേപ്പാളിലെ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. പ്രകൃതിയെ കീഴടക്കാനുള്ള ശ്രമമല്ല, പ്രകൃതിയോടൊപ്പം സുരക്ഷിതമായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥ പുരോഗതി. ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയ്ക്കൊപ്പം ദുരന്തങ്ങൾ വന്നാൽ നേരിടാൻ കഴിയുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇതാണ് നേപ്പാൾ പ്രളയ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവതരണം അനന്തപുരി ഓൺലൈൻ ന്യൂസ്.